ഹായ് എവരി വൺ, വെൽക്കം ടു ASZB അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് വാസ് ഫിനാൻസ്ഡ് ബൈ ദ സെയിൽ ഓഫ് സ്കിം മിൽക്ക് പൗഡർ ആൻഡ് ബട്ടർ ഓയിൽ ഗിഫ്റ്റഡ് ബൈ. ഏതൊക്കെയാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ പറയുന്നത് യുണൈറ്റഡ് നേഷൻ, ഓപ്ഷൻ ബി വേൾഡ് ബാങ്ക്, ഓപ്ഷൻ സി ഏതാണ് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആൻഡ് ഓപ്ഷൻ ഡി USA ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഫസ്റ്റ് ഫേസിൽ എന്താണ് ഫിനാൻഷ്യലി സഹായിച്ചത്, അതായത് ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൽ, അതായത് നമ്മുടെ സ്കിം മിൽക്ക് പൗഡറും അതുപോലെ തന്നെ ബട്ടർ ഓയിലും ഗിഫ്റ്റ് ചെയ്ത് ഫിനാൻഷ്യലി എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഏതാണെന്ന് അറിയാമോ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, എന്താണ് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, എന്താണ് ഓപ്പറേഷൻ ഫ്ലഡിൽ അവരുടെ റോൾ എന്ന് നമുക്ക് നോക്കാം. EEC എന്താണ്? EEC എന്ന് പറയുന്നത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി. ഓക്കെ, EEC എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആണ്. ഇത് 1957 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബൈ ദ ട്രീറ്റി ഓഫ് റോം. ഓക്കെ, 1957 എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത്. ഫോം ടു പ്രൊമോട്ട് എക്കണോമിക് കോപ്പറേഷൻ എമംഗ് യൂറോപ്യൻ കൺട്രീസ്. ഓക്കെ, യൂറോപ്യൻ കൺട്രീസിലെ എന്താണ് എക്കണോമിക് കോപ്പറേഷന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്നതാണ്. നമ്മുടെ റോമിന്റെ ട്രീറ്റി ഓഫ് റോമിന്റെ ഭാഗമായിട്ട് 1957 ഈ ഒരു എന്താണ് EEC ഫോം ചെയ്യുന്നത്. ദെൻ played an important role in India's Operation Flood program. നമ്മുടെ ഇന്ത്യയുടെ ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെ, വൈറ്റ് റെവല്യൂഷൻ, നമ്മുടെ ധവള വിപ്ലവം അല്ലെങ്കിൽ വൈറ്റ് റെവല്യൂഷനിലേക്ക് നയിച്ച ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് ആർക്കുണ്ടായിരുന്നു? ഈ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി അഥവാ EECക്ക് ഉണ്ടായിരുന്നു. എന്താ അവർ ചെയ്തതെന്ന് അറിയാമോ? ദേ ഡൊണേറ്റ് സ്കിം മിൽക്ക് പൗഡർ. എന്താ? സ്കിം മിൽക്ക് പൗഡറും അതുപോലെ തന്നെ ബട്ടർ ഓയിലും, സ്കിം മിൽക്ക് പൗഡറും ബട്ടർ ഓയിലും എന്ത് ചെയ്തു? EEC നമ്മുടെ ഇന്ത്യയിലേക്ക് ഡൊണേറ്റ് ചെയ്തു. ഓക്കെ, ത്രൂ ദ വേൾഡ് ഫുഡ് പ്രോഗ്രാം, WFP എന്ന് പറയും. വേൾഡ് ഫുഡ് പ്രോഗ്രാം വഴി നമ്മുടെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്താ ചെയ്തത്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്കിം മിൽക്ക് പൗഡറും അതുപോലെ ബട്ടർ ഓയിലും ഗിഫ്റ്റ് ചെയ്തു. അവർക്ക് സർപ്ലസ് ആയിട്ട്, അവർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത മിൽക്കിൽ നിന്നും ഉണ്ടാക്കുന്ന ഇത്തരം പ്രോഡക്റ്റുകൾ എന്താ ചെയ്തത്? നമ്മുടെ ഇന്ത്യയിലേക്ക് അവർ ഡൊണേറ്റ് ചെയ്തു. ആ ടൈമിൽ ഇന്ത്യക്ക് അത് വളരെ അത്യാവശ്യമായിരുന്നു. കാരണം എന്താണ്? ഇന്ത്യയുടെ ഈ ഒരു ക്ഷീര വ്യവസായ മേഖല എന്താണ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് നടന്നുകൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു. ആ സമയത്ത് ഫിനാൻഷ്യലി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് EEC യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ഈ ഒരു സ്കിം മിൽക്ക് പൗഡറും ബട്ടർ ഓയിലും നമുക്കായിട്ട് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്തത്? ഓപ്പറേഷൻ ഫ്ലഡിന്റെ ടൈമിൽ ഇതിൽ നിന്നും ലിക്വിഡ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിനെ എന്താണ് ഡിമാൻഡ് കൂടുതലുള്ള സിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് ചെയ്യുകയും ചെയ്തു. അതുവഴി ഉണ്ടായ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ള പ്രവർത്തനങ്ങൾ, ഈ ഒരു ക്ഷീര വ്യവസായ മേഖലയെ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇത്തരം ഫണ്ടുകൾ എന്ത് ചെയ്തു? ഉപയോഗിക്കുകയാണ് അന്ന് ചെയ്തത്. ഓക്കെ, അതൊരു ഇന്റലിജന്റ് മൂവ്മെന്റ് ആയിരുന്നു. നമ്മുടെ ഈ ഒരു എന്താണ് വൈറ്റ് റെവല്യൂഷൻ, അതായത് ഓപ്പറേഷൻ ഫ്ലഡിന്റെ ടൈമിൽ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇന്റലിജന്റ് മൂവ്മെന്റ് ആയിട്ടാണ് അന്ന് അതിനെ കണക്കാക്കിയിരുന്നത്. ദ സെയിൽ ഓഫ് ദീസ് ഡൊണേറ്റഡ് ഡയറി പ്രോഡക്റ്റ് ഫിനാൻസ്ഡ് ഓപ്പറേഷൻ എന്താ ചെയ്തത്? ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 1 1970 ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ആയിട്ടാണ് ഇത് ഓപ്പറേഷൻ ഫ്ലഡ് എന്ത് ചെയ്തത്? നടപ്പിലാക്കിയത്. അതിലെ ഫേസ് 1ന്റെ ടൈമിലാണ് ഈ ഒരു ഡൊണേഷൻ നടക്കുന്നതും അതിനെ മാർക്കറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്ത ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ അതിനെ യൂസ് ചെയ്യുകയായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താ? ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് വാസ് ഫിനാൻസ്ഡ് ബൈ ദ സെയിൽ ഓഫ് സ്കിം മിൽക്ക് പൗഡർ ആൻഡ് ബട്ടർ ഓയിൽ ഗിഫ്റ്റഡ് ബൈ. ആരാണ് ഗിഫ്റ്റ് ചെയ്തത്? ആരാണ്? EEC യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറയും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് സെബു കാറ്റിൽ? സെബു കാറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ ഏതാണെന്ന് നോക്കാം. ദേ ആർ വെൽ അഡാപ്റ്റഡ് ടു ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. എന്താണ്? ട്രോപ്പിക്കൽ ക്ലൈമറ്റുമായിട്ട് സെബു കാറ്റിൽസ് വളരെ അഡാപ്റ്റഡ് ആണ്. എന്താണ് സെബു കാറ്റിൽ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഇൻഡിജീനസ് കാറ്റിൽസിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? സെബു കാറ്റിൽസ് എന്ന് അറിയപ്പെടുന്നത്. ഇൻഡിജീനസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സോട്ടിക്കും ഉണ്ട്. അപ്പോൾ ഇൻഡിജീനസ് കാറ്റിൽസിനെ വിളിക്കുന്ന പേരാണ് സെബു കാറ്റിൽസ് എന്ന് പറയുന്നത്. ദെൻ സെബു കാറ്റിൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ദേ ആർ വെൽ അഡാപ്റ്റഡ് ടു ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. അല്ലെ, നമ്മുടെ ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ കൺട്രി ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റുമായിട്ട് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മുടെ ഇൻഡിജീനസ് ബ്രീഡുകൾ എന്ന് പറയുന്നത്. ശരിയല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്.
ദേ ഹാവ് ലോ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്. അവർക്ക് എന്താണ് ലോ ന്യൂട്രീഷണൽ റിക്വയർമെന്റ് ആണ്. അവർ കഴിക്കുന്ന ഫീഡ് എന്ന് പറയുന്നത് എന്താണ് വളരെ ന്യൂട്രീഷണൽ റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണം എന്നില്ല. അവരുടെ റിക്വയർമെന്റ് വളരെ ലോ ആണ്. ശരിയായിട്ടുള്ളതാണ് അല്ലെ. എക്സോട്ടിക്കിനെ വെച്ച് നോക്കുന്ന ടൈമിൽ നമ്മുടെ ഫോറിൻ കൺട്രീസിൽ വളരുന്ന ടെമ്പറേറ്റ് കൺട്രീസിൽ വളരുന്ന എക്സോട്ടിക് ബ്രീഡുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇൻഡിജിനസ് വെറൈറ്റിയുടെ ഫീഡ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. ദേ ഹാവ് ലോ ഡിസീസ് റെസിസ്റ്റൻസ്. ആണോ? അവർക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണല്ലേ. കാരണം നമ്മുടെ ഇൻഡിജിനസ് വെറൈറ്റീസ് ആണ്. അവർക്ക് നമ്മുടെ ഇന്ത്യയുടെ ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അവർക്ക് നമ്മുടെ എക്സോട്ടിക് ബ്രീഡുകളെ വെച്ച് നോക്കുന്ന ടൈമിൽ നമ്മുടെ ഇൻഡിജിനസ് കാറ്റിൽസിന്റെ രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ്. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദേ ഹാവ് ഹൈ പൊട്ടൻഷ്യൽ ഫോർ മിൽക്ക് പ്രൊഡക്ഷൻ. മിൽക്കിന്റെ പ്രൊഡക്ഷനിൽ വളരെ വലിയൊരു പ്രൊഡക്ഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. ആണോ? അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സോട്ടിക് ബ്രീഡുകളാണ് കൂടുതലായിട്ടും മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം മിൽക്കിന്റെ ഈൽഡ് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ നമ്മുടെ ഇൻഡിജിനസ് വെറൈറ്റീസ് ബാക്കിലേക്കാണ്. അതായത് അവരുടെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് കമ്പയർഡ് ടു എക്സോട്ടിക് വച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് ക്രോസ് ബ്രീഡിംഗ് പ്രോഗ്രാംസ് ഒക്കെ നടന്ന് ക്രോസ് ബ്രെഡ് ആയിട്ടുള്ള അനിമൽസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ പാല് കിട്ടാനായിട്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഇൻഡിജിനസ് അല്ലെങ്കിൽ സെബു കാറ്റൽ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ ഹൈ പൊട്ടൻഷ്യൽ ഇല്ല. അവർക്ക് പൊട്ടൻഷ്യൽ കുറവാണ്. അവരുടെ പ്രൊഡക്ഷൻ കുറവാണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിന് ആൻസർ ഏതായിട്ടായിരിക്കും വരുന്നത്? 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. നോക്കാം, നമ്മുടെ സെബു കാറ്റൽ നമ്മൾ പറഞ്ഞു അതിന്റെ സയന്റിഫിക് നെയിം ആണ് ബോസ് ഇൻഡിക്കസ്. ബോസ് ഇൻഡിക്കസ് എന്നാണ് പറയുന്നത്. സെബു കാറ്റലിന്റെ പേര്, അതായത് അതിന്റെ സയന്റിഫിക് നെയിം ആണ് ബോസ് ഇൻഡിക്കസ് എന്ന് പറയുന്നത്. എക്സോട്ടിക്കിനെ വിളിക്കുന്ന പേര് ബോസ് ടോറസ് എന്നാണ്. ബോസ് ടോറസ് എന്ന് പറഞ്ഞാൽ അത് എക്സോട്ടിക് ആണ്. നമ്മുടെ സെബു കാറ്റൽ ആണ് ഇൻഡിജീനസ് എന്ന് പറയുന്നത്. ദേ ആർ ഇൻഡിജീനസ് കാറ്റൽ അല്ലെ. ട്രോപ്പിക്കൽ റീജിയൻ ആണ്, എസ്പെഷ്യലി ഇന്ത്യ ട്രോപ്പിക്കൽ കൺട്രി ആണ്. ട്രോപ്പിക്കൽ റീജിയനിലുള്ള ഇൻഡിജീനസ് കാറ്റലിനെ വിളിക്കുന്ന പേരാണ് സെബു കാറ്റൽ, അഥവാ അതിനെ ബോസ് ഇൻഡിക്കസ് എന്നാണ് സയന്റിഫിക്കലി പറയുന്നത്. ഇതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഹമ്പ് അല്ലെ. അവരുടെ ഈ ഒരു സെബു കാറ്റലിന്റെ പുറം വശം നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു മാസീവ് ആയിട്ടുള്ള ഒരു ഹമ്പ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലാർജ് ഡ്വലപ്പ്. ഡ്വലപ്പ് എന്ന് പറയുന്നത് അവരുടെ നെക്ക് റീജിയനിൽ താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഹാങ്ങിങ് ആയിട്ടുള്ള ഇങ്ങനെ ഫോൾഡുകൾ അല്ലെങ്കിൽ ഇങ്ങനെ മടക്കുകൾ കാണാനായിട്ട് പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് ഡ്വലപ്പ് എന്ന് പറയുന്നത്. എക്സോട്ടിക് ബ്രീഡുകളെയും നമ്മുടെ ഇൻഡിജീനസ് ബ്രീഡുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഡ്വലപ്പ് എന്ന് പറയുന്നത്. എക്സോട്ടിക്കിന് അത് വളരെ ചെറുതായിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും. എന്നാൽ നമ്മുടെ ഇൻഡിജീനസ് കാറ്റലിന് വളരെ വലിയ ഡെവലപ്പുകൾ കാണാനായിട്ട് പറ്റും. ദെൻ ലൂസ് സ്കിൻ ആണ് അല്ലെ. നമ്മുടെ ഇൻഡിജീനസ് വെറൈറ്റിക്ക് ലൂസ് സ്കിൻ ആണ്. അതായത് നമ്മുടെ ചൂട് കൂടിയ രാജ്യത്താണ് അവർ താമസിക്കുന്നത് അല്ലെ. അപ്പോൾ ചൂടിനെ പുറത്തേക്ക് കളയാനും ആ ഒരു ക്ലൈമറ്റ് കണ്ടീഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാനായിട്ട് അവരുടെ ലൂസ് സ്കിൻ ആണ് വരുന്നത്. ദെൻ വെൽ അഡാപ്റ്റഡ് ടു ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് അല്ലെ. ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റുകളിൽ അവർക്ക് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ദെൻ ഹൈലി റെസിസ്റ്റന്റ് ടു ഹീറ്റ്, പാരസൈറ്റ് ആൻഡ് ഡിസീസ് അല്ലെ. അവർക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. അതുപോലെ തന്നെ ചൂടിനെയും പാരസൈറ്റിനെയും ഒക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവും ഈ ഒരു കാറ്റൽസിന് കൂടുതലാണ്. ദെൻ ക്യാൻ സർവൈവ് ഓൺ പുവർ ക്വാളിറ്റി ഫോഡർ ആൻഡ് ലോ ന്യൂട്രീഷണൽ ഇൻപുട്ട് അല്ലെ. അവരുടെ ഫീഡിംഗ് റിക്വയർമെന്റ്, അവർക്ക് കഴിക്കാനുള്ള ആഹാരത്തിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ദെൻ ഗുഡ് ഡ്രോട്ട് ടോളറന്റ് ആൻഡ് ലോങ്ങിറ്റിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലോവർ മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിജീനസ് കാറ്റലിന്റെ മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ലോ പ്രൊഡക്ഷൻ ആണ് വരുന്നത്. ദെൻ എക്സാമ്പിൾ ഏതൊക്കെയാണ്? സഹിവാൾ ഉണ്ട്, ഗിർ, പിന്നെ റെഡ് സിന്ധി, തർപ്പഗർ, ഹരിയാന, ഓങ്കോൾ എന്നൊക്കെ പറയുന്നത് ഇൻഡിജീനസ് ആയിട്ട് വരുന്ന ബ്രീഡുകളാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following are objective of National Project for Cattle and Buffalo Breeding അഥവാ NPCBB എന്ന് പറയും. എന്താണ് NPCBB എന്ന് പറഞ്ഞാൽ? നാഷണൽ പ്രോജക്ട് ഫോർ കാറ്റിൽ ആൻഡ് ബഫല്ലോ ബ്രീഡിംഗ്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവുകൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? അറേഞ്ച് ഡെലിവറി ഓഫ് വാസ്റ്റ്ലി ഇംപ്രൂവ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സർവീസ് അറ്റ് ഫാമേഴ്സ് ഡോർസ്റ്റെപ്പ് അല്ലെ. അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് NPCBBയുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് അല്ലെ. NPCBB എന്താണ്? ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അതിൽ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അതിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ബ്രിങ്
all breedable female among cattle and buffalo under organized breeding through artificial insemination or natural service അല്ലെ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴിയോ നാച്ചുറൽ സർവീസ് വഴിയോ, അതായത് മേറ്റിംഗ്, നാച്ചുറൽ മേറ്റിംഗ് വഴിയോ ബ്രീഡബിൾ ആയിട്ടുള്ള എല്ലാ ഫീമെയിൽ കാറ്റിലിനെയും ബഫലോയെയും കൊണ്ടുവരിക എന്നുള്ളത്, അതായത് ബ്രീഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് NPCBBയുടെ ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ അതും കറക്റ്റ് ആണ്. undertake breed improvement program for indigenous cattle and buffalo അല്ലെ. നമ്മുടെ ഇൻഡിജീനസ് ആയിട്ടുള്ള കാറ്റിൽസിന്റെയും ബഫലോയുടെയും ബ്രീഡിംഗ് അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ഈ ഒരു NPCBBയുടെ ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓൾ ഓഫ് ദി അബോവ് ആണ്. ഇത് മൂന്നും മേൽപ്പറഞ്ഞ മൂന്ന് സ്റ്റേറ്റ്മെന്റും NPCBBയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. നമുക്ക് നോക്കാം എന്താണ് NPCBB എന്നുള്ളത്. എന്താ NPCBBയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നാഷണൽ പ്രോജക്ട് ഫോർ കാറ്റിൽ ആൻഡ് ബഫലോ ബ്രീഡിംഗ്. നാഷണൽ പ്രോജക്ട് ഫോർ കാറ്റിൽ ആൻഡ് ബഫലോ ബ്രീഡിംഗ് ആണ്. ഇത് 2000-ലാണ് ലോഞ്ച് ചെയ്യുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2000-ലാണ് ലോഞ്ച് ചെയ്യുന്നത്. എന്താ അവരുടെ എയിം എന്ന് പറഞ്ഞാൽ ടു ഇംപ്രൂവ് ജനറ്റിക് പൊട്ടൻഷ്യൽ ഓഫ് കാറ്റിൽ ആൻഡ് ബഫലോ. കാറ്റിലിന്റെയും ബഫലോയുടെയും ജനറ്റിക് പൊട്ടൻഷ്യൽ, അവരുടെ ജനിതകമായിട്ടുള്ള ഈ ഒരു വൈവിധ്യം അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള കപ്പാസിറ്റി, ശേഷി കൂട്ടുക എന്നുള്ളതായിരുന്നു ഈ ഒരു NPCBBയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രൊവൈഡ് ക്വാളിറ്റി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സർവീസ് അറ്റ് ഫാമേഴ്സ് ഡോർ സ്റ്റെപ്പ്. ഇവരെന്താ ചെയ്തത്? ഫാർമേഴ്സിന് അവൈലബിൾ ആകുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. പിന്നെന്താ? ബ്രിങ് ഓൾ ബ്രീഡബിൾ കാറ്റിൽ ആൻഡ് ബഫലോ അണ്ടർ ഓർഗനൈസ്ഡ് ബ്രീഡിംഗ് പ്രോഗ്രാം. ഓർഗനൈസ്ഡ് ബ്രീഡിംഗ് പ്രോഗ്രാമിന്റെ കീഴിൽ ബ്രീഡബിൾ ആയിട്ടുള്ള എല്ലാ കാറ്റിൽസിനെയും ബഫലോയെയും കൊണ്ടുവരിക എന്നുള്ളത് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിരുന്നു. മൂന്നാമത്തേത് എന്താ? പ്രൊമോട്ട് ബോത്ത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആൻഡ് നാച്ചുറൽ ബ്രീഡിംഗ്. നാച്ചുറൽ ബ്രീഡിങ്ങും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ബ്രീഡിങ്ങും എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക. ദെൻ ഫോക്കസ് ഓൺ ഇംപ്രൂവ്മെന്റ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഇൻഡിജീനസ് ബ്രീഡ്. നമ്മുടെ ഇൻഡിജീനസ് ബ്രീഡിനെ കൺസർവ് ചെയ്യുക എന്നുള്ളതും ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. കാരണം ഇൻഡിജീനസ് ബ്രീഡിനെ എന്തിനാ കൺസർവ് ചെയ്യുന്നത്? നമുക്ക് എക്സോട്ടിക് ബ്രീഡുകളെ എന്ത് ചെയ്യാൻ പറ്റില്ല? വളർത്താനായിട്ട് പറ്റില്ല നമ്മുടെ ഇന്ത്യയുടെ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ. അതുകൊണ്ട് ആ ഇൻഡിജീനസ് ബ്രീഡിന്റെ ജനിതക സ്വഭാവങ്ങളൊന്നും നഷ്ടപ്പെടാതെ അതിനെയും കൺസർവ് ചെയ്യണം എന്നുള്ളത് NPCBBയുടെ ഒരു ഒബ്ജക്റ്റീവ്സിന് ഒന്നായിരുന്നു. ദെൻ എൻഹാൻസ് മിൽക്ക് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലൈഫ് സ്റ്റോക്ക് അല്ലെ. ലൈഫ് സ്റ്റോക്കിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതിന്റെ പാലിന്റെ ഉൽപാദനം കൂട്ടുക. സ്ട്രെങ്തൻ ബ്രീഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെലിവറി സിസ്റ്റം അല്ലെ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയായിരുന്നു NPCBBയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ KCMMF എപ്പോഴാണ് ഫോം ചെയ്തത്? 1980-ലാണോ 1985-ലാണോ 75-ലാണോ 70-ലാണോ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1980-ലാണ്. ഓക്കെ, 1980-ലാണ്. എന്താണ് KCMMF അഥവാ മിൽമ? നമ്മുടെ കേരളത്തിലെ മിൽമയാണ് KCMMF എന്ന് പറയുന്നത്. 1980 എന്താ ചെയ്തത്? മിൽമ അഥവാ നമ്മുടെ KCMMF വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ഏതിലാണ്? ഓപ്പറേഷൻ ഫ്ലഡ് വിത്ത് ദ ഗൈഡൻസ് ഓഫ് NDBB അല്ലെ. നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ കീഴിൽ എന്താ നടന്നത്? ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെ. വൈറ്റ് റെവല്യൂഷനിലേക്ക് നയിച്ച ഓപ്പറേഷൻ ഫ്ലഡ് ആ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പാക്കുന്ന ടൈമിലാണ് 1980 നമ്മുടെ കേരളത്തിൽ ഒരു ഫെഡറേഷൻ വരുന്നത്. അതായത് കേരളത്തിനുള്ളിലെ സൊസൈറ്റീസിനെ എല്ലാം കൂടി കൺട്രോൾ ചെയ്യുന്ന യൂണിയൻസ് ഉണ്ട്. യൂണിയനെ എല്ലാം കൂടി കൺട്രോൾ ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഓരോ സ്റ്റേറ്റിനും ഓരോ ഫെഡറേഷൻ കാണും. നമ്മുടെ കേരളത്തിലെ ഫെഡറേഷനാണ് KCMMF അഥവാ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഇവരുടെ കീഴിലാണ് മിൽമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ ഈ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ വിപണനം ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ആനന്ദ് അമുൽ കോപ്പറേറ്റീവ് മോഡൽ. എന്തിന്റെ ബേസിസിലാണ്? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് തന്നെ ആനന്ദ് മോഡൽ അല്ലെങ്കിൽ അമുൽ മോഡൽ എന്ന് പറയുന്ന ഗുജറാത്തിലെ കൈറ ഡിസ്ട്രിക്റ്റിലെ ആനന്ദ് എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ഫോം ചെയ്ത സഹകരണ പ്രസ്ഥാനങ്ങളുടെ ആ ഒരു ഒരു ത്രിതല സംവിധാനം, ഒരു 3 ടയർ സിസ്റ്റം ഇന്ത്യയൊട്ടാകെ സ്പ്രെഡ് ചെയ്യുക, റെപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലും ഈ ഒരു അപ്പെക്സ് ബോഡി അഥവാ ഒരു ഫെഡറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ട് ആസ് ആൻ അപ്പെക്സ് ഡയറി കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻ കേരള. ലിങ്ക് ഡയറി ഫാമേഴ്സ് വിത്ത് കൺസ്യൂമർ അല്ലെ. ഡയറി ഫാമേഴ്സിനെയും കൺസ്യൂമറിനെയും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ്. കാരണം അവിടെ മിഡിൽ മാൻ ഇല്ല അല്ലെ. ഈ പാല് കളക്ട് ചെയ്യുന്നതും അത് കൺസ്യൂമറിന്റെ കയ്യിൽ എത്തിക്കുന്നതും ഫാമേഴ്സ് കൺസ്യൂമർ ഒരു ഡയറക്റ്റ് ലിങ്ക് അല്ലെങ്കിൽ അതിനിടയിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. മിഡിൽ മാൻ, ഇടനിലക്കാർ എന്ന് പറയുന്ന ആൾക്കാർ അവിടെ ഇല്ല. ദെൻ റീജിയണൽ യൂണിയൻസ് ഉണ്ട് അല്ലെ. നമുക്ക് എത്ര റീജിയണൽ യൂണിയൻസ് ആ ഉള്ളത്? 3 റീജിയണൽ യൂണിയൻസ് ആണ് നമ്മുടെ കേരളത്തിലുള്ളത്. 1985-ലാണ് നമ്മുടെ ട്രിവാൻഡ്രത്തും അതുപോലെ തന്നെ എറണാകുളത്തും എന്ത് ചെയ്യുന്നത്? റീജിയണൽ യൂണിയൻസ്. എന്താ റീജിയണൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ
ഓരോ വില്ലേജിലും സൊസൈറ്റീസ് കാണും, പാല് കളക്ട് ചെയ്യാൻ സൊസൈറ്റീസ് കാണും. ഈ സൊസൈറ്റീസിനെ എല്ലാം കൂടി എന്താണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കൂടി കൺട്രോൾ ചെയ്യുന്നതാണ് റീജിയണൽ യൂണിയൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ട്രിവാൻഡ്രം റീജിയണൽ യൂണിയനും ഉണ്ട്, അതുപോലെ തന്നെ എറണാകുളം റീജിയണൽ യൂണിയനും ഉണ്ട്. ഇനി 1990 വേറൊരു റീജിയണൽ യൂണിയനും കൂടി വന്നു, അതാണ് മലബാർ. മലബാർ റീജിയണൽ യൂണിയൻ. മലബാർ റീജിയണൽ യൂണിയൻ, അങ്ങനെ 3 റീജിയണൽ യൂണിയൻ ആണ് നമ്മുടെ കേരളത്തിൽ ഇന്നുള്ളത്. എന്താ അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മിൽക്കിന്റെ പ്രൊക്യൂർമെന്റ് അല്ലെ, മിൽക്കിന്റെ കളക്ഷനും അതിന്റെ പ്രോസസ്സിങ്ങും മാർക്കറ്റിങ്ങും എന്താണ് കൺട്രോൾ ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് നടത്തുക എന്നുള്ളതാണ് ഈ ഒരു 3 ലെവൽ അല്ലെങ്കിൽ സൊസൈറ്റീസിന്റെയും യൂണിയന്റെയും ഫെഡറേഷന്റെയും ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ മിൽമ അഥവാ KCMMF എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NDRI ESET എവിടെയാണ്? NDRIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഏതാ? ആദ്യം ബാംഗ്ലൂർ ആയിരുന്നു, അവിടെ നിന്ന് അതിന്റെ ഹെഡ്ക്വാർട്ടർ എന്താണ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഹരിയാനയിലെ എവിടെ കർണാലിലേക്ക് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ A ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബാംഗ്ലൂരിലായിരുന്നു ആദ്യം, അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പിന്നീട് എന്താണ് കർണാലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്. എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? നമുക്കറിയാം, അതെന്താണ്? നമ്മുടെ ഇന്ത്യയാണ് അല്ലെ. USA അല്ല, ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി നാഷണൽ മിൽക്ക് ഡേ എന്താണ്? നാഷണൽ മിൽക്ക് ഡേ. വേൾഡ് മിൽക്ക് ഡേ ഉണ്ട്, നാഷണൽ മിൽക്ക് ഡേ ഉണ്ട്. നാഷണൽ മിൽക്ക് ഡേ എന്നാണ്? വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് June 1 ആണ് വേൾഡ് മിൽക്ക് ഡേ വരുന്നത്. നാഷണൽ മിൽക്ക് ഡേ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. October 26 നാഷണൽ മിൽക്ക് ഡേ എന്ന് പറയുന്നത്. മാറിപ്പോവരുത്, നാഷണൽ മിൽക്ക് ഡേയും ഉണ്ട്, അതുപോലെ വേൾഡ് മിൽക്ക് ഡേ ഉണ്ട്. നാഷണൽ മിൽക്ക് ഡേ എന്ന് പറയുന്നത് November 26 ആണ്. വേൾഡ് മിൽക്ക് ഡേ ആണ് June 1 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സഹിവോൾ ഈസ് എ കാറ്റിൽ ബ്രീഡ് ബിലോങ്ങിങ് ടു ദി ക്ലാസ്. ഏത് ക്ലാസ്സിലാണ് സഹിവോൾ വരുന്നത്? ഏതൊക്കെയാണ്? മിൽച്ച് ബ്രീഡ് ആണോ, ഡ്യുവൽ പർപ്പസ് ബ്രീഡ് ആണോ, ഡ്രോഫ്റ്റ് ബ്രീഡ് ആണോ, അതുപോലെ എന്താണ് ഡ്രോട്ട് ബ്രീഡാണോ? ഏതിലാ വരുന്നത്? നമ്മുടെ മിൽച്ച് ബ്രീഡ് ആണ് അല്ലെ. ഓപ്ഷൻ A ആണ്. മിൽച്ച് ബ്രീഡ് എന്താ? മിൽക്കിന് വേണ്ടിയിട്ട്, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രീഡുകളാണ് മിൽച്ച് ബ്രീഡുകൾ എന്ന് പറയുന്നത്. പിന്നെന്താ? വർക്കിന് വേണ്ടിയിട്ട് ഉള്ള ബ്രീഡുകളാണ് എന്താണ് നമ്മുടെ ഡ്രോട്ട് ബ്രീഡുകൾ എന്ന് പറയുന്നത്. പിന്നെന്താ? ഡ്യുവൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ രണ്ടിനും വേണ്ടിയിട്ടാണ്, അഗ്രികൾച്ചറൽ വർക്കിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പാൽ പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഡ്യുവൽ പർപ്പസിനെ യൂസ് ചെയ്യുന്നത്. ഇവിടെ സഹിവോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മിൽക്കിന് വേണ്ടിയിട്ട് വളർത്തുന്ന ഒരു ഇൻഡിജീനസ് ആയിട്ടുള്ള ഒരു കാറ്റിലാണ്. സഹിവോളിന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സഹിവാൾ പഞ്ചാബിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. എവിടെയാണ്? പഞ്ചാബിലാണ് സഹിവാൾ ഒറിജിനേറ്റ് ചെയ്തത്. ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്? ലോല എന്നാണ്. സഹിവാളിന്റെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം? ലോല എന്നാണ് അതിനെ വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ലോലമായത്? ലോല എന്ന് പറഞ്ഞാൽ ലൂസ് സ്കിൻ ആണ്. അവിടെ സ്കിൻ നമ്മൾ പറഞ്ഞു സെബു കാറ്റിൽ, ഇൻഡിജിനസ് കാറ്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലൂസ് സ്കിൻ അല്ലെ. അപ്പൊ ലൂസ് സ്കിന്നുള്ള ആൾക്കാരാണ് ഈ സഹിവോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ എന്തെന്ന് പറയും? ലോല എന്ന് പറയും. ക്യാരക്ടേഴ്സ് എന്താണ്? ലൂസ് സ്കിൻ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? നന്നായിട്ട് ഹാങ്ങിങ് ആയിട്ടുള്ള ഫോൾഡിങ്സ് അവിടെ നെക്കിന് താഴെ കാണാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് ഡ്വലപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും, ഇതാണ് അതിന്റെ ഡ്വലപ്പ്. ഈ ഒരു നെക്കിന് താഴെ ഇങ്ങനെ ഹാങ്ങിങ് ചെയ്ത് കിടക്കുന്ന ഫോൾഡുകളാണ്. പെൻഡുലസ് ആയിട്ടുള്ള ഷീറ്റ് ഉണ്ട്. എവിടെയാണ്? ബുൾസിന്. ബുള്ളിൽ എന്താണ്? പെൻഡുലസ് ആയിട്ടുള്ള ഷീറ്റ് അവർക്ക് അവരുടെ ജനീറ്റൽ ഏരിയയിൽ കാണാനായിട്ട് പറ്റും. പിന്നെ എന്താണ്? മാസീവ് ആയിട്ടുള്ള ഹമ്പ്. ഇത് സെബു കാറ്റിന്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇവിടെ കണ്ടോ? പക്ഷെ ഇത് എക്സോട്ടിങ്ങിന് നമുക്ക് കാണാനേ പറ്റില്ല. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ഹമ്പ് കാണാനായിട്ട് പറ്റും. മാസീവ് ഉള്ള ഹമ്പാണ്. ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺ ലെസ് ദാൻ 3 inches അല്ലെ. ചെറിയ കൊമ്പുകളാണ് സഹിവോളിനുള്ളത്. അപ്പൊ സഹിവോളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കിയത്. ഇനി ഇതിന്റെ കളർ എന്താണ്? റെഡിന്റെ പല ഷെയ്ഡുകളാണ് അല്ലെ. പല വെറൈറ്റീസ് ഓഫ് റെഡ് ആയിട്ട് നമുക്ക് ഇവരെ കാണാനായിട്ട് പറ്റും. മിൽക്ക് ഈൽഡ് എന്ന് പറയുന്നത് ഒരു 2500 കിലോഗ്രാം വരെയാണ് ഒരു ലാക്ടേഷൻ പീരീഡിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് പാല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിജീനിയസ് കാറ്റിലാണ് സഹിവോൾ എന്ന് പറയുന്നത്. ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബ്രീഡാണ് സഹിവോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓപ്പറേഷൻ ഫ്ലഡ് phase 1 ലോഞ്ച്ഡ് ഇൻ. ഓപ്പറേഷൻ ഫ്ലഡ് നമ്മൾ പറഞ്ഞു. ഓപ്പറേഷൻ ഫ്ലഡ് വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് 3 ഫേസിലാണ് നടക്കുന്നത്. phase 1, phase 2, phase 3 അങ്ങനെ 3 ഫേസിലാണ് നടക്കുന്നത്. അതിൽ phase 1 എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1970 എന്താ ഓപ്പറേഷൻ ഫ്ലഡിന്റെ phase 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ വൺ ഓഫ് ദ ഹെവിയസ്റ്റ് ഇന്ത്യൻ ബഫലോ ബ്രീഡ് നേറ്റീവ് ടു സൗരാഷ്ട്ര ആൻഡ് നോൺ ആസ് ഭവനാങ്കരി ഈസ്. ഏതാണ് ഭവനാങ്കരി എന്ന് അറിയപ്പെടുന്ന ഒരു ബഫലോ ബ്രീഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ജഫ്രാബാദി, മെർസാന, ശ്രുതി, മുറ ഇതിലേതാണ് എന്നാണ് ക്വസ്റ്റ്യൻ.
ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ജഫ്രാബാദി എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. അതൊരു ബഫൽ, ഒരു എരുമയാണ്. ഓക്കെ, ജഫ്രാബാദി എന്ന് പറയുന്നത് എന്താണ്, പല രീതിയിലുള്ള ഒരുപാട് ബഫലോസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതിൽ ഏറ്റവും ഒരു ജെറ്റ് ബ്ലാക്ക് കളറിലുള്ള വളരെ മാസീവ് ആയിട്ടുള്ള ഒരു ബഫലോയുടെ ബ്രീഡാണ് നമ്മുടെ ജഫ്രാബാദി എന്ന് പറയുന്നത്. ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഇതാണ്. ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ബഫലോ ബ്രീഡാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അടുത്ത, ദ ഹയസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അത് ഇന്ത്യയാണ്. ഇനി ഇന്ത്യക്കുള്ളിൽ ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്. ഏതിലാണ് ഏറ്റവും കൂടുതൽ പാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഉത്തർപ്രദേശ് ആണ്. ആൻസർ ഏതാണ്? ഉത്തർപ്രദേശ് ആണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ASHB അക്കാഡമിയുടെ 150 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടിയ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു.